പ്രഭാതഭേരി. വെല്ലുവിളികളിലേക്കും തിരക്കുകളിലേക്കും കണ്ണു തുറക്കുന്ന മറ്റൊരു ദിനം കൂടി. ജോലി, കുടുംബം, യാത്ര. നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്ന തരം ഓട്ടം. സമ്മർദ്ദം അഥവാ സ്ട്രെസ് വിവിധ രോഗങ്ങളിലേക്ക് നയിക്കുമ്പോൾ അതൊഴിവാക്കാൻ ലളിതവും ഫലപ്രദവുമായ ധ്യാനം അഥവാ മെഡിറ്റേഷനെ കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതപേരി. ഇന്ന് തിരക്കുകളെല്ലാം ഉപേക്ഷിച്ച് പരമ്പരാഗത ചിട്ടവട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ധ്യാനിക്കാൻ എത്ര പേർക്ക് സാധിക്കും? എന്നാൽ കടന്നുപോകുന്ന നിമിഷങ്ങളെ ആസ്വദിക്കാനും അതിൽ ശാന്തത കണ്ടെത്താനും കുറേ പേർക്കെങ്കിലും സാധിച്ചേക്കും. ദിവസവും ഒരല്പസമയം ധ്യാനത്തിനായി മാറ്റിവെക്കുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഏകാഗ്രത, ഓർമ്മശക്തി, വൈകാരിക നിയന്ത്രണം എന്നിവ മെച്ചപ്പെടുത്താൻ ധ്യാനം നമ്മെ സഹായിക്കും. ധ്യാനത്തിൻ്റെ വേരുകൾ നമ്മുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിലേക്കാണ് നീളുന്നത്. പതഞ്ജലി മഹർഷി ലോകത്തിന് സംഭാവന ചെയ്ത അഷ്ടാംഗ യോഗത്തിലെ 7ാം അംഗമാണ് ധ്യാനം. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ ഫിലോസഫി വിഭാഗം പ്രൊഫസർ ഡോക്ടർ എൽ വിജയ് യോഗ സാധനയെ അന്തരംഗ സാധന, ബഹിരംഗ സാധന എന്ന് 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അന്തരംഗ സാധനയിൽ വരുന്നതാണ് ധ്യാനം. യോഗസൂത്രങ്ങളിലെ വിഭൂതിപാദത്തിൽ ധ്യാനത്തെ തത്ര പ്രത്യയ ഏകതനത ധ്യാനം എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. മനസ്സിന്റെ എല്ലാ വ്യാപാരങ്ങളും ഏകമായ ഒരു പ്രത്യയത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ ഒഴുക്ക് സ്വാഭാവികമാക്കുന്നതിന് നല്ല പ്രയത്നം വേണം. ഏകാഗ്രത കൈവരിക്കുന്നതിന് ഒരു സാധകൻ എടുക്കുന്ന പ്രയത്നമാണ് ധാരണ. ധാരണ ധ്യാനത്തിലേക്കും ധ്യാനം സമാധിയിലേക്കും വഴിതെളിക്കുന്നു. സമകാലിക ലോകത്ത് ധ്യാനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്തുന്നതിനും മനോധൈര്യം വർദ്ധിപ്പിക്കുന്നതിനും ധാർമ്മിക ബോധം, ആന്തരിക പരിവർത്തനം എന്നിവ വളർത്തുന്നതിനും ധ്യാനത്തിന്റെ അഭ്യാസം വളരെ ഉപകാരപ്രദമാണ്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിലും അമിതമായ ഉത്കണ്ഠ, വിഷാദരോഗം എന്നിവ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും ധ്യാനത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ധ്യാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആത്മീയ ഉന്നതിയാണെങ്കിലും ആധുനിക ജീവിതത്തിൽ ധ്യാനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് പകരം അതിനെ ശ്രദ്ധിക്കാനാണ് ധ്യാനം നമ്മോട് പറയുന്നത്. സമ്മർദ്ദങ്ങളിൽ ആടിയുലയാത്ത ഒരു മനസ്സ് ധ്യാനത്തിലൂടെ സ്വായത്തമാക്കാവുന്നതാണ്. നാച്ചുറോപ്പതി, യോഗയും ഇത് രണ്ടും ചേർന്ന് ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്തെടുക്കാം, അത് രണ്ടും ബ്ലെൻഡ് ചെയ്യുന്നതിന്റെ ഒരു അർത്ഥം തന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ളതാണ്. യോഗ പരിശീലകയും നാച്ചുറോപ്പതി കൺസൾട്ടന്റുമായ ഡോക്ടർ അഖില വിനോദ്. ഇതിനകത്ത് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷനും, അക്യുപഞ്ചർ, ഹൈഡ്രോ തെറാപ്പി, യോഗ തെറാപ്പി. ഇപ്പൊ ഡയറ്റ് ആണെങ്കിലും ഡയറ്റ് ആസ് എ തെറാപ്പിയാണ്. ഫുഡ് ഷാൽ ബി ദ മെഡിസിൻ ആൻഡ് മെഡിസിൻ ഷാൽ ബി ദ ഫുഡ് എന്നാണ്. നിങ്ങളുടെ ശരീരം എന്താണോ അത് നിങ്ങൾ കഴിച്ച ആഹാരത്തിന്റെയാണ്. അപ്പൊ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യുന്ന അവരുടെ വയറിനെയാണ്. വയറിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് ബാക്കി എന്ത് കാര്യങ്ങളിലേക്കും കടന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ വൈറ്റമിൻസും മിനറൽസിന്റെ ഡെഫിഷ്യൻസി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഭക്ഷണ രീതി ക്രമീകരിച്ചു കൊടുക്കുക. പല മരുന്നുകളും കഴിച്ചു, ആഹാരം കറക്റ്റ് ആക്കി, എന്നാലും അവരുടെ എനിക്ക് ആങ്സൈറ്റിയും ടെൻഷനും മാറുന്നില്ല ഡോക്ടറെ, എന്തൊക്കെ ചെയ്തിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്തു, അപ്പൊ അവര് ചെയ്തിട്ടില്ല. അപ്പൊ ആ യോഗ പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ പറയാറുണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ജിമ്മാണോ യോഗയാണോ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ജിമ്മിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ യോഗയ്ക്കുള്ള ഗുണം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ബാലൻസ് ആണ് നമുക്കവിടെ കൊടുക്കാനായിട്ട് കഴിയുന്നത്. അവർക്ക് നമ്മളൊരു അവയർനെസ്, അവരുടെ ശരീരം ഇതാണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഭയത്തിനെയാണ് നമ്മൾ അവിടെ മാറ്റി കൊടുക്കുന്നത്. ആ ഭയം ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ആരോഗ്യവാന്മാരാകും. ധ്യാനം ഒരു ശീലമാക്കുന്നത് വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ച് ഉത്കണ്ഠ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്റെ മനസ്സങ്ങനെ പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നി, ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളതല്ലേ. കേരള സർവകലാശാല സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി സി മറിയം തോമസ്.
മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിന് ഈ ചിന്തകളെ നിയന്ത്രിക്കാനായുള്ള ഒരു കഴിവ് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലെ ആവേഗങ്ങളെ, നാഡീവ്യൂഹങ്ങളെ ഒക്കെ തന്നെ അത് നിയന്ത്രിക്കാനും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാനും അതിനെ ഒന്ന് വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കാനും ധ്യാനത്തിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. അതുവഴി നമ്മുടെ ഓർമ്മശക്തിയാവട്ടെ, നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള രീതിയാവട്ടെ, നമ്മുടെ ഉറക്കമാവട്ടെ, നമ്മൾ നമ്മെ തന്നെ സ്വയം മനസ്സിലാക്കുന്ന രീതിയാവട്ടെ, അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ പൊതുവെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമുക്ക് തോന്നാറുള്ളത്. പക്ഷെ അതേസമയം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഒരു സൂര്യോദയം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കടൽ തീരത്ത് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, കാട് കാണാൻ പോകുന്നത്, ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ധ്യാനം നമ്മളിൽ നിന്ന് വേർപെട്ട ഒന്നല്ല. ഇത് നമ്മുടെ ഭാഗമായുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിനുള്ള ഒരു സമയവും സാഹചര്യവും കണ്ടെത്താനാകാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഈ സങ്കീർണമായ ചിന്തകളിലേക്കും അതിനോടനുബന്ധിക്കുന്ന പല വൈകാരിക പ്രശ്നങ്ങളിലേക്കും കടന്നു പോവാണ്. ഈ ഒരു ധ്യാന പ്രക്രിയ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നിയന്ത്രിക്കാനാവും. ശരിയായ ചിന്തകൾ ലഭിക്കുക വഴി നമ്മൾ ഇടപെടുന്ന ഏത് മേഖലകളിലും ആ ഒരു ലാളിത്യവും വ്യക്തതയും കൊണ്ടുവരാനും കഴിയും. പൂർണ്ണമായും ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അലയുന്ന മനസ്സിനെ പരിശീലനത്തിലൂടെ പതിയെ തിരികെ കൊണ്ടുവരാനാണ് മൈൻഡ്ഫുൾനെസ് എന്ന തത്വം ശ്രമിക്കുന്നത്. എന്നിലെ എന്നെ അറിയുക അഥവാ സെൽഫ് റിയലൈസേഷൻ എന്നതാണ് ഒരു മനുഷ്യജന്മത്തിന്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം. യോഗ പരിശീലകയായ ലക്ഷ്മി തെക്കൂട്ട്. സ്വാതന്ത്ര്യം, സമാധാനം, സന്തോഷം, സംതൃപ്തി, സ്നേഹം, അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതെല്ലാം നമുക്ക് അന്യമാവുന്നു. എന്തായിരിക്കാം ഇതിന് കാരണം? അവനവനിലേക്കുള്ള യാത്രയിൽ ഇന്നത്തെ സമൂഹം പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരാൾ ഓടിക്കുന്ന വാഹനം റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡ് ഗിയറിലേക്ക് മാറ്റാൻ അയാൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ഓരോ മനുഷ്യന്റെയും മാറ്റം അയാളിൽ നിന്ന് തന്നെ തുടങ്ങണം. യോഗ സാധകനല്ലാത്ത ഒരു സാധാരണ മനുഷ്യന് ധ്യാനാവസ്ഥ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ധ്യാനത്തിന് നൽകുന്ന നിർവചനവും ലളിതമായിരിക്കണം. ഒരു വസ്തുവിൽ അഥവാ ആശയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റെല്ലാം നിർബന്ധപൂർവ്വം ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ് ധ്യാനം പൊതുവിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എണ്ണമറ്റ ചിന്തകളാൽ പ്രക്ഷുബ്ധമായ മനസ്സുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് അത് വളരെ കഠിനമാണ് താനും. യോഗ പരിശീലനത്തിൽ ധ്യാനത്തെ കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത എന്ന തലത്തിൽ സമീപിക്കുന്നവർ പലരും തലവേദന വരുന്നതായി പരാതിപ്പെടുന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം. സത്യത്തിൽ നാം സ്വന്തം താല്പര്യത്തിൽ ചെയ്യുന്നത് എന്തും ധ്യാനമായി മാറുന്നു. നൃത്തം ചെയ്യുന്നതോ, ശില്പം നിർമ്മിക്കുന്നതോ, ചിത്രം വരയ്ക്കുന്നതോ, ഭക്ഷണം കഴിക്കുന്നതോ, വെറുതെ അലസമായി ഇരിക്കുന്നത് പോലും ധ്യാനാത്മകമാക്കാം. ഈ പ്രക്രിയയിൽ ചുറ്റുമുള്ള വസ്തുക്കളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ഒന്നും തന്നെ നാം ബോധവാന്മാരല്ല എന്നതാണ് സത്യം. നമ്മുടെ താല്പര്യത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്നാൽ അതിനെയെല്ലാം നിർബന്ധപൂർവ്വം ഒഴിവാക്കാൻ നാം ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. ഇത് ധ്യാനത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നു. ഒരാൾ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം അയാളുടെ താല്പര്യപ്രകാരമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു മഹാധ്യാനമാണ്. നിങ്ങളായിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ ധ്യാനത്തിലാണ്. ആത്മീയവും മതപരവുമായ തലത്തിനപ്പുറം അവനവനിലേക്കുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ധ്യാനം. യോഗ വിത്ത് മെഡിറ്റേഷൻ, അതായത് YWM എന്ന് ഒരു സംഭവം ഇപ്പം രൂപപ്പെട്ടു വരുന്നുണ്ട്. യോഗാചാര്യൻ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി. വളരെ പ്രായക്കാരായിട്ടുള്ള ആൾക്കാർ കൂടിയിരുന്ന് ചെയ്യുന്ന ഒരു വിഷയം. അതിന് ഒരു സിനർജിസ്റ്റിക് എന്നൊരു വാക്കായാലും ഉപയോഗിക്കാറുണ്ട്. ധ്യാനം, പ്രാണായാമം, ആസനം, ഇതൊക്കെ വേറെ വേറെ ചെയ്യുന്നതും ഇതൊക്കെ ചേർന്ന് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ ഒരു ഫലം വരുന്നതായിട്ടും ഒക്കെ ഗവേഷണങ്ങൾ തെളിയിച്ചു വരികയാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാണായാമം, ധ്യാനം ഇതൊക്കെ തന്നെ ചേർത്തിട്ട് അതില് ആസനം ബോഡിയായിട്ടും, ബ്രീത്ത് നമ്മുടെ പ്രാണിക് ഫോഴ്സ് ആയിട്ടും, മെഡിറ്റേഷൻ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ഒരു ഗുണകരമായിട്ടും, ഈ രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ സെൽഫ് ക്രിറ്റിസിസം ആണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അത് പോയിട്ട് ഈ സെൽഫ് ക്രിറ്റിസിസത്തിന്റെ സ്ഥാനത്ത് സെൽഫ് കമ്പാഷനും മൈൻഡ്ഫുൾനെസ്സും ചേർന്ന് കൊണ്ടുള്ള ഒരു പദ്ധതി നമുക്ക് തീർച്ചയായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സംഗീതത്തിൽ അധിഷ്ഠിതമായ മ്യൂസിക് മെഡിറ്റേഷനും ജനപ്രീതി വർദ്ധിച്ചു വരുന്ന കാലമാണിത്. മ്യൂസിക് ഒരു വളരെ ശക്തിയുള്ള ഹീലിംഗ് മെഡിസിൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാദർ പോൾ പൂവത്തിങ്കൽ. അപ്പൊ അത് ധ്യാനവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും
ആത്മാവിനും സൗഖ്യം കൂടുതൽ പകരാനുള്ള വലിയ ഒരു ശക്തിയുള്ള കാര്യം കൂടിയാണത്. അവരോട് നമ്മൾ കണ്ണടച്ചിരിക്കാൻ പറയുന്നു, രാഗം നമ്മൾ അവിടെ പ്ലേ ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ മധ്യമാവധി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്. സൂത്തിങ് ആയിട്ടുള്ള ഒരു മെലോഡിക് ഫോർമേഷൻ ആണ് ഇതിന്റെ നോട്ട്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പതുക്കെ പതുക്കെ ചെറിയൊരു തീം അതിൽ വളരെ മൈൽഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് കൊണ്ടുവരും. അപ്പൊ അതിൽ യാതൊരു കോൺസെൻട്രേഷനോ അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നുമില്ല. ജസ്റ്റ് എൻജോയ് ദാറ്റ് മ്യൂസിക്. അതിനുശേഷം ഒരു ചാന്റ് കൊണ്ടുവരും. ഉദാഹരണം പറഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു. അവസാനം പ്രാണായാമം കൂടി നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ മ്യൂസിക് മെഡിറ്റേഷനിൽ നമ്മൾ ആർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും വന്നിരിക്കാം. ധ്യാനത്തിന് ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം മാറ്റാനുള്ള കരുത്തുണ്ട്. അലഞ്ഞു തിരിയുന്ന മനസ്സിനെ തിരികെ കൊണ്ടുവരാനാകുന്ന ഓരോ നിമിഷവും നമ്മൾ വിജയിക്കുകയാണ്. രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു നല്ല ശീലമായി ദിനചര്യയിൽ ധ്യാനത്തെ ഉൾപ്പെടുത്തുന്നത് വ്യക്തികൾക്കും അതുവഴി സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാകും. ആരോഗ്യം നിറഞ്ഞ നാളെയിലേക്കുള്ള യാത്ര ശാന്തമായി ഒരു ദീർഘശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രഭാതഭേരി.